നമസ്കാരം. പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊരു സമാധാനവും സന്തോഷവും കളിയാടുന്ന ഒരു കുടുംബമായിരുന്നു. കുടുംബകാര്യങ്ങളെല്ലാം നോക്കി ശാന്തമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരമ്മ. മാത്രമല്ല, ബാങ്ക് ഉദ്യോഗസ്ഥനായ മകൻ, അതിലുപരി 2 കുട്ടികളുടെ അമ്മയും ആ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മരുമകളും. ആ കുടുംബത്തിൽ എന്നും സമാധാനം കളിയാടിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഒരു വില്ലനെ പോലെ ആ കുടുംബത്തിലേക്ക് ഒരു അവിഹിതം കടന്നു വരുന്നു. ഒരു മരുമകൾ ഒരു ദയയും കാരുണ്യവുമില്ലാതെ അമ്മായി അമ്മയെ കൊലപ്പെടുത്തിയ അതിക്രൂരമായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളിലേക്ക് നമുക്കൊരു യാത്ര ചെയ്യാം. വെൽക്കം ടു ക്രൈം സ്റ്റോറി മലയാളം. ബാംഗ്ലൂരിലെ വിജയമ്മ നഗറിലാണ് ഈ കഥ നടക്കുന്നത്. 50 വയസ്സുകാരിയായ ലക്ഷ്മി എന്ന സ്ത്രീ തൻ്റെ മകനും മരുമകൾക്കുമൊപ്പം താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. തൻ്റെ മകന്റെ പേര് മഞ്ജുനാഥ് എന്നും മരുമകളായ രശ്മിയും അവരുടെ 2 കൊച്ചുമക്കളും അടങ്ങുന്ന വളരെ സന്തോഷപൂർവ്വം ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു അവരുടേത്. 2 നിലകളുള്ള ഒരു വീടിന്റെ താഴത്തെ നിലയിലായിരുന്നു ഇവർ താമസിച്ചു വന്നിരുന്നത്. ഭർത്താവ് മരിച്ചുപോയ ലക്ഷ്മിക്ക് ഏക ആശ്രയം മകൻ മഞ്ജുനാഥ് മാത്രമായിരുന്നു. മഞ്ജുനാഥ് അവിടെയുള്ള ഒരു പ്രമുഖ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനുമായിരുന്നു. ആ 2 നില വീടിനെ മുകളിലത്തെ നില ബാച്ചിലേഴ്സിന് വാടകയ്ക്ക് നൽകിയതായിരുന്നു. ആ വാടകയ്ക്ക് നൽകിയ ഫ്ലാറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അതേപോലെ തന്നെ മകൻ ബാങ്കിൽ ജോലി ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അങ്ങനെയെല്ലാം കൂട്ടി സാമ്പത്തികമായി ഇവർ അത്യാവശ്യം മോശമല്ലാത്ത ഒരു ചുറ്റുപാടിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒക്ടോബർ 15 ആ ദിവസം ഇവരുടെ ജീവിതത്തിൽ ഒരു കരിനിഴൽ വീഴ്ത്തിയ ദിവസമായിരുന്നു. ഒക്ടോബർ 15 രാവിലെ കൃത്യം 11 മണി. മഞ്ജുനാഥ് എന്നത്തെയും പോലെ തന്നെ ബാങ്കിലേക്ക് ജോലിക്ക് പോയി. 11 മണിയാകുന്ന സമയത്ത് ഇയാളുടെ ഫോൺ ബെല്ല് ചെയ്യും. ഇയാളുടെ ഫോണ് റിങ് ചെയ്യുന്നുണ്ട്. ഭാര്യയാണ് വിളിക്കുന്നത്. മഞ്ജുനാഥ് ഫോൺ എടുത്തു. ഹലോ. പെട്ടെന്ന് മഞ്ജുനാഥിന് അപ്പുറത്ത് നിന്ന് തന്റെ ഭാര്യയുടെ ശബ്ദത്തിൽ എന്തോ ഒരു ഭാവവ്യത്യാസം മനസ്സിലാവുകയാണ്. അദ്ദേഹം ഒരിക്കൽ കൂടി ഹലോ എന്ന് വിളിച്ചു. പക്ഷേ മറുപുറത്ത് നിന്നും ഭാര്യ അലറി വിളിച്ചുകൊണ്ട് ഉറക്കെ കരയുകയാണ്. ഈ കരച്ചിലിനിടയിൽ മഞ്ജുനാഥ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി രശ്മി, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഭാര്യ രശ്മി ഏങ്ങലോടുകൂടി പറയുന്നു, ഏട്ടാ, അമ്മ ഇവിടെ നിലത്ത് വീണ് കിടക്കുകയാണ്, ശ്വാസമൊന്നും കിട്ടുന്നില്ല, എനിക്ക് ആകെ പേടിയാവുന്നു, ഒന്ന് ഓടി വരാമോ? ഇത് കേട്ടതും മഞ്ജുനാഥിനെ നെഞ്ചൊന്ന് പിടഞ്ഞു. കാരണം 50 വയസ്സായിട്ടുണ്ടെങ്കിലും തൻ്റെ അമ്മയ്ക്ക് ശാരീരികമായിട്ടുള്ള യാതൊരു അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല. സാധാരണ 50 വയസ്സായ ആളുകൾക്ക് ഉണ്ടാകാവുന്ന ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ എന്ന് തുടങ്ങിയിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും തൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക? പേടിച്ചു പോയ മഞ്ജുനാഥ് ഉടനെ തന്നെ ബാങ്കിൽ നിന്നും ഇറങ്ങി തൻ്റെ കാറിൽ കയറി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് തനിക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റൽ കയറി അവിടെ നിന്നും ഒരു ഡോക്ടറെയും കൂട്ടിയിട്ടാണ് മഞ്ജുനാഥ് തൻ്റെ വീട്ടിലേക്ക് പോയത്. വീട്ടിലെത്തിയ മഞ്ജുനാഥും ഡോക്ടറും കണ്ട കാഴ്ച അതിദാരുണമായ കാഴ്ചയായിരുന്നു. കാരണം മഞ്ജുനാഥിന്റെ അമ്മ ഒരു ഭാഗത്ത് ഒരു മൂലയ്ക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഭാര്യ രശ്മിയാണെങ്കിൽ തൊട്ടടുത്ത് അലറി വിളിക്കുകയാണ്, അമ്മേ എണീക്കമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ കരയുന്നത്. ഉടനെ തന്നെ മഞ്ജുനാഥ് ഡോക്ടറും കൂടി അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മയുടെ അടുത്തെത്തിയ ഡോക്ടർ ഉടനെ തന്നെ അമ്മയുടെ കൈ പിടിച്ച് പൾസ് പരിശോധിക്കുകയാണ്. ഇങ്ങനെ പരിശോധിച്ച് കുറച്ച് സമയത്തെ നിശബ്ദതകൾക്ക് ശേഷം ആ ഡോക്ടർ മഞ്ജുനാഥിനോട് പറയാണ്, അമ്മ മരിച്ചുപോയി. മഞ്ജുനാഥിന് അത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഞാൻ ഇവിടെ നിന്നാണ് രാവിലെ ജോലിക്ക് പോയത്. രാവിലെ 11 മണി വരെ എൻ്റെ അമ്മയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നെനിക്കറിയാം. തൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞിട്ടാണ് താൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഏതൊരു മകനാണ് വിശ്വസിക്കാൻ കഴിയുക? അമ്മമാരെ സ്നേഹിക്കുന്ന ഏതൊരു മക്കൾക്കാണ് വിശ്വസിക്കാൻ കഴിയുക? മഞ്ജുനാഥ് തൻ്റെ ഭാര്യയോട് തിരിച്ചും മറിച്ചും ചോദിക്കുകയാണ്, എന്താണ് സംഭവിച്ചത്? ഞാൻ രാവിലെ ഇവിടെ നിന്ന് പോകുന്നത് വരെ എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല, പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? രശ്മി മറുപടി പറഞ്ഞു, ഞാൻ തുണി ആറിടാൻ വേണ്ടി മുകളിലേക്ക് പോയതാണ്. പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഓടി വന്നത്. താഴെ വന്ന് നോക്കുന്ന സമയത്ത് അമ്മ ഇവിടെ വീണ് കിടക്കുന്നതാണ് കണ്ടത്. ഞാൻ അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് അമ്മയുടെ മുഖത്തേക്കൊക്കെ തളിച്ചു നോക്കി. പക്ഷേ അമ്മയ്ക്ക് യാതൊരു അനക്കവുമില്ലായിരുന്നു. പേടിച്ച് വിറച്ചാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്, നിങ്ങളും കേട്ടതല്ലേ. അങ്ങനെ യാതൊരു സംശയങ്ങൾക്കും ഇട നൽകാതെ അമ്മയുടെ ശവസംസ്കാര ചടങ്ങൊക്കെ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ആ വീടിലെ സങ്കടം, ആ വീട്ടിലെ ആളുകളുടെ സങ്കടം വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം മഞ്ജുനാഥിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. തൻ്റെ വീടിന്റെ മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന ഒരു വാടകക്കാരനായ രാഘവേന്ദ്രയായിരുന്നു ആ വിളിച്ചിട്ടുണ്ടായിരുന്നത്. രാഘവേന്ദ്ര മഞ്ജുനാഥിനോട് പറഞ്ഞു, മഞ്ജുനാഥ്, രാഘവേന്ദ്രയാണ് സംസാരിക്കുന്നത്. എനിക്ക് അത്യാവശ്യമായി, വളരെ അത്യാവശ്യമായി നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാനിവിടെ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചായക്കടയിലുണ്ട്, പെട്ടെന്നൊന്ന് ഇതുവരെ വരാമോ? മഞ്ജുനാഥ് ഇങ്ങനെ ചിന്തിച്ചു. അമ്മ മരിക്കുന്നതുവരെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്, അതായത് മേലത്തെ വാടക വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ആ അമ്മയായിരുന്നു.
ഒരുപക്ഷെ അമ്മ മരണപ്പെട്ടതുകൊണ്ട് ആ വീടുമായി ബന്ധപ്പെട്ട വാടക കരാറുമായോ വാടകയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കാം ഒരുപക്ഷെ ഇയാൾ വിളിക്കുന്നത്. താനിപ്പോൾ ഫ്രീ ആണ്, സ്വാഭാവികമായും ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് തൻ്റെ വീട് വിളിക്കാം. ഓക്കെ, എന്തായാലും അത്യാവശ്യമില്ലാതെ ഒരാൾ വിളിക്കില്ലല്ലോ. തൻ്റെ വീടിന്റെ മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന ആളുമാണ്. അതുകൊണ്ട് എന്തായാലും ഒന്ന് പോയി നോക്കാം എന്ന് കരുതി മഞ്ജുനാഥ് തൻ്റെ കാർ എടുത്ത് രാഘവേന്ദ്രയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. അങ്ങനെ മഞ്ജുനാഥ് ഈ ചായക്കടയുടെ അടുത്തേക്ക് എത്തി. എന്നാൽ മഞ്ജുനാഥ് നോക്കുന്ന സമയത്ത് രാഘവേന്ദ്രയുടെ മുഖഭാവം കുറച്ച് ഗൗരവവും ഭയവും നിറഞ്ഞതായിരുന്നു. മഞ്ജുനാഥിനെ കണ്ട ഉടനെ രാഘവേന്ദ്ര പെട്ടെന്ന് ഓടി വന്നു. എന്നിട്ട് മഞ്ജുനാഥിന്റെ കൈകളിലേക്ക് കയറി പിടിച്ചു. എന്നിട്ട് മഞ്ജുനാഥിനോട് പറയാണ്, മഞ്ജുനാഥ്, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഒന്ന് ക്ഷമയോടെ കേൾക്കണം. പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. എനിക്ക് പറയാനുള്ളത് കുറച്ച് രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ അമ്മ മരണപ്പെട്ടത് ഒരു സാധാരണ മരണമല്ല. നമ്മുടെ അമ്മയുടെ മരണം ഒരു കൊലപാതകമാണ്. അത് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയും എൻ്റെ കൂടെ താമസിക്കുന്ന അക്ഷയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമാണ്. രാഘവേന്ദ്രയോട് ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ മഞ്ജുനാഥ് ചോദിക്കുകയാണ്, നീ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? എൻ്റെ ഭാര്യയെക്കുറിച്ചും നിന്റെ കൂടെ താമസിക്കുന്ന ആളെക്കുറിച്ചുമാണോ നീ ഈ പറയുന്നത്? എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നീ ഈ പറയുന്നത്? ആ ചെറുപ്പക്കാരനെ മഞ്ജുനാഥ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. രാഘവേന്ദ്ര നിന്ന് വിറയ്ക്കുകയാണ്. മഞ്ജുനാഥിന്റെ ശബ്ദത്തിൽ ദേഷ്യവും ഭയവും ഒരുപോലെ നിഴലിച്ചു. എന്നാൽ രാഘവേന്ദ്ര മഞ്ജുനാഥിനോട് പറയുകയാണ്, കൂൾ, ഞാൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കാണിക്കാനുള്ളത് കാണിച്ചിട്ട് നിങ്ങളൊരു തീരുമാനമെടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ എന്നെ ക്രൂശിക്കൂ. അയാൾ ഉടനെ തന്നെ അയാളുടെ ഫോൺ എടുത്ത് വാട്സപ്പിലുള്ള ചില ചാറ്റുകൾ കാണിക്കാൻ തുടങ്ങി. ചില സ്ക്രീൻഷോട്ടുകളായിരുന്നു അത്. അതിൽ തൻ്റെ ഭാര്യയുടെ നമ്പറും അതേപോലെ തന്നെ ഈ രാഘവേന്ദ്രയുടെ കൂടെ താമസിക്കുന്ന അക്ഷയുടെ നമ്പറുമാണ് അതിലുണ്ടായിരുന്നത്. അതിലെ ചില ചാറ്റുകൾ തൻ്റെ അമ്മയെ എങ്ങനെ കൊലപ്പെടുത്താം, എന്നിട്ട് നമുക്ക് എങ്ങനെ സേഫായിട്ട് ജീവിക്കാം എന്ന് തുടങ്ങിയിട്ടുള്ള സംസാരങ്ങൾ അടങ്ങുന്നതായിരുന്നത്. രാഘവേന്ദ്ര പതിയെ ആ കഥയുടെ ക്രൂരമായ ഭാഗങ്ങൾ കൂടി വെളിപ്പെടുത്താൻ തുടങ്ങി. കുറച്ച് നാളുകൾക്ക് മുൻപ് താനും തൻ്റെ കൂടെ താമസിക്കുന്ന അക്ഷയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഒരേ പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ അക്ഷയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കയ്യിലിരിപ്പ് മൂലം അയാളുടെ ജോലി നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ എന്ന വ്യാജേന അയാളുടെ ജോലി രാജിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പകൽ സമയങ്ങളിൽ മുഴുവൻ രാഘവേന്ദ്ര ജോലിക്ക് പോവുകയും അക്ഷയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിൽ ഒറ്റയ്ക്ക് ആ റൂമിൽ തന്നെ കഴിയുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സമയത്താണ് വീട്ടുകാരികളും മറ്റും നോക്കാൻ വേണ്ടി രശ്മി ഇടയ്ക്കിടെ ആ ഗോവണി കയറി മുകളിലേക്ക് പോകാറുണ്ടായിരുന്നു. പരസ്പരം കണ്ടും സംസാരിച്ചും ആദ്യം ഇവർ തമ്മിൽ ചെറിയ ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് അതൊരു വലിയ സൗഹൃദമായി മാറുന്നു. പിന്നീട് തന്റെ ഭർത്താവും അതേപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരനും ജോലിക്ക് പോകുന്ന സമയത്ത് ഇവർ രണ്ടും നിരന്തരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. അതൊരു അവിഹിത ബന്ധത്തിലേക്ക് വഴിമാറി. മാസങ്ങളോളം ഇവർ മറ്റാരും അറിയാതെ ഈ ബന്ധം രഹസ്യമായി തുടർന്നുകൊണ്ടേ പോന്നു. എന്നാൽ അവിഹിതം പോലെ ഒരു പാപം എത്ര മറച്ചു വെച്ചാലും പുറത്തു വരുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഒരു ദിവസം രാവിലെ തൻ്റെ മകൻ ജോലിക്ക് പോയതിന് പുറമെ ലക്ഷ്മി മാർക്കറ്റിലേക്ക് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തു പോവുകയാണ്. ഇങ്ങനെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അയൽക്കാരനായ ഒരാളെ കാണുന്നു. അയാളോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ആവശ്യത്തിന് വേണ്ടി തൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തൻ്റെ മരുമകൾ മുകളിലത്തെ നിലയിലേക്ക് കയറി പോകുന്നു. ആ ചെറുപ്പക്കാരുടെ റൂമിലേക്ക് കയറി വാതിലടയ്ക്കുന്ന ഒരു സീൻ ഈ അമ്മ കാണുകയാണ്. ഈ അമ്മയുടെ മനസ്സിൽ പെട്ടെന്ന് വെള്ളിടി വെട്ടിയ പോലെ ഒരു ഫീൽ വരികയാണ്. അമ്മ മാർക്കറ്റിലേക്ക് പോകാതെ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു. ലക്ഷ്മി അമ്മ നേരെ സ്റ്റെയർ കേസ് കയറി ആ വാടകക്കാരുടെ റൂമിന് മുന്നിലെത്തി. വാതിൽ തട്ടി വിളിച്ചു. ആരാണ് അകത്തുള്ളത്? അക്ഷയ് ആണോ? അക്ഷയ് ഒന്ന് വാതിൽ തുറക്കൂ. അക്ഷയ് അകത്തു നിന്നും ഈ അമ്മയോട് പറഞ്ഞു, ആരാണ് പുറത്ത്? എനിക്കിപ്പോൾ തുറക്കാൻ കുറച്ച് അസൗകര്യമുണ്ട്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞു വരൂ. പക്ഷേ ആ അമ്മ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കാര്യങ്ങൾ പന്തികളെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മി കുറച്ച് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ശരി, ഞാൻ പോയിട്ട് പിന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ താഴത്ത് വീട്ടിലേക്ക് പോയി. എന്നാൽ മാർക്കറ്റിലേക്ക് പോകേണ്ടതിന് പകരം ആ അമ്മ തൻ്റെ വീട്ടിൽ തന്നെ പോയി ആരും കാണാത്ത ഭാവത്തിൽ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് ഒന്നും അറിയാത്ത ഭാവത്തിൽ രശ്മി വീട്ടിലേക്ക് കടന്നു വരികയാണ്. വരുന്ന സമയത്ത് ഈ അമ്മ അവിടെ തടഞ്ഞു വെച്ചു. നിൽക്കവിടെ, നീ എവിടെ പോയതാണ്? ആരോരുമില്ലാത്ത സമയത്ത് നീ എന്തിനാണ് ആ ചെറുപ്പക്കാരൻ്റെ മുറിയിലേക്ക് കയറി പോയത്? അവിടെ അക്ഷയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മാത്രമല്ലേ ഉള്ളൂ? രാഘവേന്ദ്ര ഓൾറെഡി രാവിലെ ജോലിക്ക് പോയതല്ലേ, ഞാൻ കണ്ടതാണ്. രശ്മി മറുപടി പറയുകയാണ്. അമ്മേ, അലക്കിയ തുണി എടുക്കാനും എനിക്ക് കുറച്ച് തുണി അവിടെ ഇടാനും ഉണ്ടായിരുന്നു, ഞാൻ ആ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. ലക്ഷ്മി പറഞ്ഞു, എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം. എന്നെ കാണുമ്പോൾ നിനക്കൊരു വിഡ്ഢിയായിട്ടാണോ തോന്നുന്നത്? നീയും ആ ചെറുപ്പക്കാരനും തമ്മിൽ എന്താണ് ബന്ധം? പരസ്പരം തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഈ ചോദ്യങ്ങൾക്ക് മുൻപിൽ രശ്മിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവസാനം രശ്മി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ അവിഹിത ബന്ധത്തെ തുറന്ന് അവിടെ വെട്ടി തുറന്ന് പറഞ്ഞു. ആ അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ തല കറങ്ങി ഒരു മിനിറ്റ് അവിടെ ഇരുന്നു.
തൻ്റെ മുന്നിൽ തൻ്റെ മകന്റെയും തൻ്റെ കൊച്ചുമക്കളുടെയും ജീവിതം നശിച്ചു പോകുന്നത് കാണേണ്ടി വന്ന ഒരു അമ്മയുടെ നിസ്സഹായ അവസ്ഥയാണ് നമ്മളിവിടെ കണ്ടത്. ആ അമ്മ അവളോട് പറഞ്ഞു, ശരി, എൻ്റെ മകന്റെയും ഈ കൊച്ചുമക്കളുടെയും ഭാവി ആലോചിച്ച് ഞാൻ ഇതാരോടും പറയാതിരിക്കാം. പക്ഷേ ഇനി മേലാൽ ആ ചെറുപ്പക്കാരുടെ റൂമിലേക്ക് നീ പോകുന്നതോ അവരുമായി സംസാരിക്കുന്നതോ ഞാൻ കാണാനിടയായാൽ ഇതെല്ലാം ഞാൻ പുറത്തു പറയും, ഓർത്തു വെച്ചോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ അമ്മ അവിടെ നിന്നും പോയി. എന്നിട്ട് മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. എന്നിട്ട് നേരെ മുകളിലത്തെ നിലയിലേക്ക് പോയി. എന്നിട്ട് അക്ഷയോട് പറഞ്ഞു, അക്ഷയ്, നീ ചെയ്ത വൃത്തികേടിന്റെ ആഴം എത്രത്തോളമാണെന്ന് നിനക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലായല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട് ഒഴിഞ്ഞു തരണം. നിന്റെ കൂട്ടുകാരനോടും പറഞ്ഞോളൂ, നിങ്ങളെ രണ്ടുപേരെയും നാളെ സൂര്യോദയത്തിൽ ഇവിടെ കണ്ടുപോകരുത്. എന്നാൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. കരാർ പ്രകാരമാണ് ഞാനിവിടെ താമസിക്കുന്നത്, നിങ്ങളുടെ ഓശാരത്തിനല്ല. അഡ്വാൻസ് പേയ്മെന്റ് തന്നതാണ്. അതുകൊണ്ട് തന്നെ കരാർ കഴിയുന്നതുവരെ ഈ വീട് ഒഴിഞ്ഞു പോകാൻ എനിക്ക് കഴിയില്ല എന്ന് അഹങ്കാരഭാവത്തോടുകൂടി ലക്ഷ്മി അമ്മയോട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്. പിന്നീട് അവിടെ ഉണ്ടായത് മറ്റു ചില കാര്യങ്ങളാണ്. രശ്മിയും അക്ഷയും കൂടി ചില കുതന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുകയാണ്. കാരണം ഇതാണ്, ഈ അമ്മ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, അതായത് ലക്ഷ്മി അമ്മ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ തങ്ങളുടെ ഈ രഹസ്യബന്ധം തുടരാനോ സാധിക്കില്ല എന്നിവർ മനസ്സിലാക്കുന്നു. എന്നിട്ട് ഈ അമ്മയെ കൊലപ്പെടുത്താനുള്ള വഴികൾ ഇവർ പരസ്പരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മയെ എങ്ങനെയെങ്കിലും നമുക്കിടയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് അവർ മനസ്സറിഞ്ഞ് തീരുമാനിച്ചു. അങ്ങനെയാണ് ഒക്ടോബർ 15 ആ ക്രൂരകൃത്യം നടമാടുന്നത്. ഒക്ടോബർ 15 രാത്രി ഉറങ്ങാൻ കിടന്ന തന്റെ അമ്മയ്ക്ക് പാലിൽ ഉറക്കഗുളിക കലർത്തി ഈ സ്ത്രീ കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി അക്ഷയോട് കുറച്ച് ഉറക്കഗുളികൾ സംഘടിപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒന്നും അറിയാത്ത തന്റെ പാവം അമ്മയ്ക്ക് പാലിൽ കലക്കി ഇത് നൽകി. രാത്രി ഒന്നും അറിയാതെ കിടക്കാൻ നേരത്ത് അമ്മ ഈ പാലെടുത്ത് കുടിക്കുകയും ചെയ്തു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ലക്ഷ്മി ബോധരഹിതയായി എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ രശ്മി നേരെ അക്ഷയിനെ വിളിച്ചു വരുത്തുകയാണ്. അക്ഷയ് വന്നു. കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയാൽ പാട് കണ്ട് കൊലപാതകമാണെന്ന് തെളിയുമെന്ന് ഇവർ രണ്ടുപേരും തിരിച്ചറിയുന്നു. എന്നാൽ തലയിന് കൊണ്ട് മുഖം മറച്ച് കൊലപ്പെടുത്തുകയാണെങ്കിൽ ഇത് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാകുമെന്ന് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തലയിണ എടുത്ത് ഈ അമ്മയുടെ മുഖം പൊത്തി ഇവരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. തുടർന്ന് അക്ഷയ് മുകളിലേക്കും പോയി രശ്മി ഒന്നും അറിയാത്ത രീതിയിൽ തന്റെ ഭർത്താവിനെ വിളിച്ചു വരുത്തി കരഞ്ഞു മെഴുകി നാടകം അഭിനയിച്ചു. എന്നാൽ ഇവിടെ നീതിദേവത ഒരു സാക്ഷിയെ ബാക്കിയാക്കിയിരുന്നു. അതായിരുന്നു ഈ കൂട്ടുകാരൻ. ഈ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭർത്താവിനെ സഹായിക്കാൻ, സ്വന്തം മകനെ, അമ്മയെ നഷ്ടപ്പെട്ട സ്വന്തം മകനെ സഹായിക്കാൻ നീതിദേവതയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് രാഘവേന്ദ്ര എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനായിരുന്നു. പിന്നീട് ഒന്ന് പതറിപ്പോയെങ്കിലും തനിക്കുണ്ടായ അനീതിയെക്കുറിച്ചോർത്ത് ആ ഭർത്താവിന് ലജ്ജ തോന്നി. ഉടനെ തന്നെ അദ്ദേഹം പോലീസിൽ വിവരമറിയിക്കുകയാണ്. പോലീസ് പാഞ്ഞു വന്നു. രശ്മിയെയും അക്ഷയെയും കസ്റ്റഡിയിലെടുക്കുകയാണ്. ഇവരെ ചോദ്യം ചെയ്തു. ആദ്യം നാടകീയമായ കരഞ്ഞഭിനയിക്കൽ നാടകമായിരുന്നു നടന്നത്. പിന്നീട് പോലീസ് ചോദ്യങ്ങൾ ചോദിച്ചത് ഈ തെളിവുകൾ നിരത്തിക്കൊണ്ടായിരുന്നു. എന്നാൽ അതിലവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവരുടെ നുണകളുടെ കൂമ്പാരം, ആ ക്രൂരകൃത്യങ്ങളുടെ കൂമ്പാരം അവിടെ പൊളിഞ്ഞു വീഴുകയാണ് ചെയ്തത്. പോലീസിന്റെ ആ ചോദ്യം ചെയ്യലിന് മുന്നിൽ അവർ കുറ്റം സമ്മതിച്ചു. എന്നാൽ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് മറ്റൊന്നാണ്. അതായത് താൽക്കാലിക സുഖത്തിനും അതല്ലെങ്കിൽ തങ്ങളുടെ കാമവറിയും തീർക്കാൻ വേണ്ടി കണ്ടെത്തിയ ഈ താൽക്കാലിക സെറ്റപ്പ് നഷ്ടപ്പെടുത്തിയത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ സമാധാനമാണ്. നശിപ്പിച്ചത് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതവും ഇല്ലാതാക്കിയത് 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവിതവുമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട, നമ്മൾ പഠിച്ചെടുക്കേണ്ട പാഠം എന്ന് പറയുന്നത് താൽക്കാലിക സുഖങ്ങളെല്ലാം ഒരു പക്ഷേ 5-10 നിമിഷം കൊണ്ട് അതല്ലെങ്കിൽ 5-10 മാസങ്ങൾ കൊണ്ട് അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലിക സുഖങ്ങൾക്ക് പുറകെ പോകാതെ നമുക്ക് ലഭിക്കാവുന്ന ശാശ്വത സുഖങ്ങൾ കണ്ടെത്തി അതിൽ നിന്നും ആനന്ദം കണ്ടെത്തുക, റിലീഫ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും goodbye. Free audio post-production by alphonic.com.